ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിനിവൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാവങ്ങളുടെ ഹിമാലയൻ എന്ന് ചില ആളുകൾ വിളിക്കുന്ന ഒരു വാഹനം, ഹീറോ പുറത്തിറക്കിയ ഹീറോ എക്സ്പൾസ് ബൈക്ക്. പക്ഷേ നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏകദേശം ഹിമാലയനോട് അടുത്ത് നിൽക്കുന്ന, അതായത് ഹിമാലയനോടൊപ്പം നിൽക്കുന്ന ഒരു ബൈക്കാണ് എക്സ്പൾസ് എന്ന്. അപ്പോൾ എക്സ്പൾസിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ജ്യോതിഷ്. ഞാൻ തിരുവള്ളൂരാണ് സ്ഥലം. ഈ ബൈക്ക് ഒരുപാട് ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ യൂസ് ചെയ്ത ബൈക്ക് എന്ന് പറയുന്നത് CBC ആണ്, ഹീറോൻ്റെ. പിന്നെ ഹീറോനോടൊരു പ്രത്യേക താല്പര്യം മുമ്പേ ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ ഇതുവരെ എന്നെ ചതിക്കാത്തൊരു വണ്ടിയായിരുന്നു എൻ്റെ പഴയതു. നല്ലൊരു മൈലേജ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്കും അങ്ങനെ തന്നെയാണ്. ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഇതിന് മുകളിൽ ഒരു ആൾട്രേഷൻ നടത്തിയിട്ടില്ല. മെയിനായിട്ട് പറ്റിയതെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആയി. ബൈക്ക് എടുത്തതിന് ശേഷമാണ് ലോക്ക്ഡൗൺ. പിന്നെ ആകെ ഒരു ആൾട്രേഷൻ വന്നു വെച്ചാൽ സീറ്റ് കുറച്ച് ഹാർഡായതുകൊണ്ട് ഞാൻ ഫിക്ഷൻ വെച്ച് സോഫ്റ്റ് ചെയ്ത് അടുപ്പിച്ചതാണ് പ്രത്യേകം. അതുകൊണ്ട് തന്നെ സീറ്റായിട്ട് വീണ്ടും കൂടിയിട്ടുണ്ട്. ഓൾറെഡി 823 mm സീറ്റായിട്ടുള്ളതാണ്. അതിപ്പോൾ സീറ്റ് ഹൈറ്റ് കൂടിയതുകൊണ്ടാണ് സീറ്റിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ട പോലെ തോന്നുന്നത്. പക്ഷേ ഇതിപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടായ നേരത്തിൽ സീറ്റ് വീതിയാക്കിയിട്ടുണ്ട്. ഹൈവേയിൽ നമ്മൾ കയറുമ്പോൾ വെച്ചാൽ ടോപ്പ് എൻഡ് ഞാൻ പോയത് 115 km സ്പീഡാണ്. അതിൽ 110 വരെ ബൈക്ക് ഈസി ആയിട്ട് കയറുന്നുണ്ട്. 4th ഗിയറിൽ തന്നെ 100 മുകളിൽ കയറും. അപ്പോൾ 115 ശേഷം അല്ലെങ്കിൽ 110 ശേഷം വണ്ടി സ്ലോയിലേ കയറത്തുള്ളൂ. പിന്നെ ഫ്രണ്ട് ആക്ഷൻ അടിപൊളിയാണ്. ചെറിയ ഹമ്പും കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ തുള്ളിപ്പോയാൽ തന്നെ അറിയില്ല. കാര്യമാണെങ്കിൽ ഈ ഹമ്പൊക്കെ സിമ്പിളായിട്ട് കാരി പോവും. ഈ ഓഫ് റോഡിൽ മോശമില്ലാത്തൊരു ഓഫ് റോഡ് ഇതാണ് തരുന്നുണ്ട്. ഓൺ റോഡ് കുറച്ചൊരു വീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ബാക്ക് സൈഡ് ബ്രേക്കിംഗ് വളരെ കുറവാണ്. ഫ്രണ്ട് ബ്രേക്കിംഗ് അടിപൊളിയാണ്. ഈ ബൈക്ക് എടുത്തതിന് ശേഷം ഞാൻ അധികം ലോങ്ങൊന്നും പോകാനായിട്ടില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ആകെ പോയത് ഒരു തൃശ്ശൂർ പോയിട്ടുണ്ട്. തൃശ്ശൂർ ഓൺ റോഡ് തന്നെയാണ്. ഹൈവേയിൽ എനിക്ക് നല്ലൊരു റൈഡിങ് കംഫർട്ട് തന്നെ തോന്നി. ഒരു നല്ല ടോപ്പിൽ 100 സ്പീഡിൽ തന്നെ ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഹൈവേ ഡ്രൈവിൽ വണ്ടി വലിങ്ങനെ ഹീറ്റാകുന്നില്ല. അടിച്ച് നാട്ടുമ്പുറങ്ങളിൽ നമ്മൾ ഓട്ടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഓട്ടുമ്പോഴേക്ക് തന്നെ നല്ലോണം ഹീറ്റാകുന്നുണ്ട്. സൈലൻസർ ഹീറ്റിംഗ് ആണ് വലിയ പ്രശ്നമായിട്ടുള്ളത്. സൈലൻസറിൻ്റെ ഈ ഭാഗം ഒരു കവറിങ് വരുന്നുണ്ട്. കവറിങ് വരുന്നതാണെങ്കിൽ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നാട്ടിൽ നമ്മൾ ഓടുമ്പോഴൊക്കെ ചൂടാവും. ബാക്ക് സ്ത്രീകളെയൊക്കെ കയറ്റിയിട്ട് പോകുമ്പോൾ സാരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ തട്ടിയാൽ ഉരുകി പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. നെഗറ്റീവായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഒന്നിതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഇത് റിവ്യൂകളിൽ എല്ലാത്തിലും പറയുന്ന കാര്യമാണ്. ഹെഡ്ലൈറ്റിന് 2 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, വളവ് തിരിയുമ്പോൾ നമുക്ക് സൈഡ് കാണാത്ത പ്രശ്നം വരും. LED ആയതുകൊണ്ട് തന്നെ നേരെയുള്ളത് മാത്രം കാണുന്നൊരു പ്രശ്നമുള്ളത്. പിന്നെ ബാക്കിൽ ഒരാൾ കയറുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഡിഫറൻസ് വരുന്നതുകൊണ്ട് ലൈറ്റ് ഒരുപാട് പൊന്തിപ്പോകുന്ന പ്രശ്നം വരുന്നുണ്ട്. ഈ വണ്ടീനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹാൻഡിലിൻ്റെ വീതിയാണ്. പക്ഷേ പൊതുവേ ഉള്ളതിനെക്കാട്ടും എല്ലാ ബൈക്കിനെക്കാട്ടും കൂടുതലൊരു വീതി ഒക്കെ ഈ വണ്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ അങ്ങ് കണ്ടാലറിയാം, ഹാൻഡിലിനെക്കാട്ടും പുറത്തായ രീതിയിൽ കണ്ണാടിയും വരുന്നുണ്ട്. നമ്മൾ ഈ ഷോർട്ടായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ ഓടിക്കുമ്പോൾ കണ്ണാടി തട്ടിപ്പോവുക അല്ലെങ്കിൽ ഹാൻഡിൽ കുടുങ്ങിപ്പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ മറ്റുള്ള ബൈക്കുകൾ ഓട്ടുന്ന പോലെ ഇത് ഓട്ടുമ്പോൾ ശ്രദ്ധ കുറവ് വരുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹാൻഡിൽ കുടുങ്ങിപ്പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. ഹാൻഡിൽ വൈഡായതുകൊണ്ട് തന്നെ ഓഫ് റോഡിന് നല്ല മികച്ചൊരു വെള്ളം കാഴ്ചവെക്കാൻ പറ്റുന്ന ഹാൻഡിലിൻ്റെ ഈ ഒരു വീതി തന്നെയാണ്. എഴുന്നേറ്റ് നിന്ന് ഓടിക്കുമ്പോൾ നല്ലൊരു കംഫർട്ട് തരുക ഈ ഹാൻഡിലിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫുട് റെസ്റ്റിൻ്റെ കപ്പാസിറ്റി അങ്ങനെ തന്നെ ഉണ്ട്. നമ്മൾ നല്ലൊരു പെർഫെക്റ്റായിട്ട് ഗ്രിപ്പ് കിട്ടുന്നൊരു ഫുട് റെസ്റ്റാണ്. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുമ്പൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഹീറോൻ്റെ ഓഫ് റോഡ് ഇമ്പൾസ്. ഏകദേശം അതേ ഒരു സാദൃശ്യത്തിൽ തന്നെയാണ് ഉള്ളത്. വണ്ടിയുടെ സൈലൻസറും കാര്യങ്ങളും മൊത്തത്തിലൊരു ഡിസൈന് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ഓട്ടിയിരുന്ന CBCയുടെ എക്സ്ട്രീമാണ്. അതിൻ്റെ ഒരു സാദൃശ്യമുള്ള ടാങ്ക് തന്നെയാണ്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് കാല് വിടാതെ തന്നെ നല്ല കംഫർട്ടായ രീതിയിൽ വെക്കാൻ പറ്റുന്നൊരു ഡിസൈൻ തന്നെയാണ് ഇതിനുള്ളത്. ഈ വൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു 80 കിലോമീറ്റർ വരെയൊക്കെ പോകുന്ന സമയത്ത് എയറിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോഴ്സ് കുറക്കാൻ പറ്റുന്നുണ്ട്. അതിന് നല്ലൊരു
ഇത് ഡിസൈൻ തന്നെയാണ് ഈ ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്രാഷ് ഗാർഡിനെ കുറിച്ചാണ് പറയേണ്ടത്. ക്രാഷ് ഗാർഡ് അത്യാവശ്യം നല്ലൊരു ക്രാഷ് ഗാർഡ് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇതിൻ്റെ വലിപ്പം പോരാ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇതുവരെ 2-3 വീകൽ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കാല് കുത്താൻ പറ്റാതെ വീഴുന്നൊരവസ്ഥ വരുന്നുണ്ട്. ആ സമയത്ത് കാലിനൊരു പരിധിവരെ ക്രാഷ് ഗാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടയറുകളെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ് റോഡിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ടയറുകളാണ് ഇതിൻ്റെ ഉള്ളത്. ഓൺ റോഡ് പർപ്പസുകൾ കൂടുതലായിട്ട് ടയറിന് മുൻഗണന കൊടുത്തിരിക്കുന്നത് ഓഫ് റോഡാണ്. ഓഫ് റോഡ് പോകുന്ന സമയത്ത് നല്ലൊരു ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ബൈക്കിന് കഴിയുന്നുണ്ട്. ഇൻഡിക്കേറ്ററിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഹീറോൻ്റെ മറ്റു ബൈക്കുകളിലൊന്നും കാണാത്ത തന്നെ ഒരു പ്രത്യേക ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഹാർഡാണിത്. ഒരു വീഴുമ്പോൾ തട്ടിപ്പോയാലൊന്നും പൊട്ടുന്ന തരത്തിലുള്ളതല്ല. ഇതിനൊരു ആക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഴുമ്പോൾ പൊട്ടില്ല എന്ന് പറയുന്നത്. ഇതാക്കിയാലും പൊട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. എക്സ്പൾസിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഹാൻഡ് കവറിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. ബൈക്കിൻ്റെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹാൻഡ് കവറാണ്. ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സേഫ്റ്റി ആയിട്ടൊന്നും ഇതിനെ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു ഡിസൈന് മാത്രമാണ്, വണ്ടിയുടെ മോഡിഫിക്കേഷൻ ആയിട്ടോ ഒന്നും വരുന്നതല്ല. ഒരു ഡിസൈന് മാത്രം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു എയറിൽ നിന്ന് നല്ല തരത്തിലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ തണുപ്പുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ എനിക്കത് നല്ലോണം തോന്നിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ഉപയോഗിച്ച ബൈക്ക് ആയിട്ട് ഇതുവരെ കമ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നത്. കാരണം ആ തണുപ്പ് നമ്മളെ കയ്യിലേക്ക് അടിക്കാതിരിക്കുവാൻ പെടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഓഫ് റോഡ് പോകുമ്പോൾ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ചെറിയ കാടിൽ നിന്ന് കൈ തട്ടാതെയും എല്ലാം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. മോശമല്ലാത്തൊരു പ്രൊട്ടക്ഷൻ ഇതിനെ കൊണ്ട് തരാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ മീറ്ററിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ് ഹീറോ എക്സ്പൾസിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇൻഡിക്കേറ്ററായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണാം ABS ഇങ്ങനെ വരുന്നത്. ABS അധികമാളും കംപ്ലൈൻ്റ് ആണോ എന്നുള്ള സംശയം എല്ലാവരും ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംഭവം അതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് 15 സ്പീഡിന് ശേഷം ഈ ABS ഇതിൻ്റെ ഇൻഡിക്കേഷൻ ഓഫാകുന്നതായിരിക്കും. അത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആകുന്ന സമയത്ത് തന്നെ നിൽക്കും. ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡിലിട്ട് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുന്ന സമയത്തോ ഈ ABS ഇൻഡിക്കേഷൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കത്തി നിൽക്കും. അതൊരു പ്രശ്നമായിട്ട് ആരും കാണേണ്ടതില്ല. മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു മൈലേജ്, അതായത് ഒരു 200 cc ബൈക്ക് തരുന്ന ഒരു ഇതിനേക്കാളും നല്ലൊരു മൈലേജ് നമുക്ക് തരുന്നുണ്ട് ഇത്. പിന്നെ ബൈക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ബൈക്കിൻ്റെ കാറ്റഗറി ഏതാണെന്നുള്ള പറഞ്ഞില്ല. എന്താ വെച്ചാൽ ഇതിൽ FIയും വരുന്നുണ്ട്, കാർബറേറ്റർ വേർഷൻ വരുന്നുണ്ട്. ഈ കാർബറേറ്റർ വേർഷന് പൊതുവെ മൈലേജ് കുറവാണെന്നാണ് എൻ്റെ ഒരു സുഹൃത്തിനുള്ള ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആൾക്ക് കിട്ടുന്നത് 35 കിലോമീറ്ററാണ് മൈലേജ്. പക്ഷേ എനിക്കിതിന് 44 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. FIക്ക് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. ഇതിൻ്റെ സ്വിച്ച് കൺട്രോളിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റാണ്. ഫ്ലാഷ് ലൈറ്റ് ബാക്കി എല്ലാ ബൈക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ സൈഡിലോ ക്ലച്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് എല്ലാ ബൈക്കിനും വരുന്നത്. പക്ഷേ ഇതിന് തിരിച്ച് നമ്മുടെ ഡിം റൈറ്റ് സ്വിച്ചിൻ്റെ കൂടി തന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് ഫ്ലാഷ് ലൈറ്റും കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് പുതിയൊരാൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫ്ലാഷ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന പോരായ്മകളായിട്ട് ഞാനിപ്പോൾ കാണുന്നത്, ഞാൻ ബൈക്ക് എടുത്തത് ശരിക്കും വരുന്നത് ഡിസംബറിലാണ്. എടുത്ത സമയത്ത് എന്ന് വെച്ചാൽ വേനലിലാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വെച്ചാൽ ചളി നമ്മുടെ കാലിലേക്ക് തെറിക്കുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അത് കാലിലേക്ക് തെറിക്കാൻ തന്നെ നമ്മളെ മുട്ടിൻ്റെ മേലെ വരെ ചളി തെറിക്കുന്നൊരു പ്രശ്നം വരുന്നത്. അത് മുന്നിലത്തെ വീലിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ആ ഗ്രിപ്പ് വരുന്നതുകൊണ്ട്. നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ട് മഴക്കാലത്ത് ഒരു ഫംഗ്ഷന് പോകാനോ ഇല്ല മറ്റേ നല്ലൊരു കാര്യങ്ങൾക്ക് പോകാനോ ഒന്നും നടക്കുമെന്ന് തോന്നില്ല. അതൊരു ഓഫ് റോഡ് പർപ്പസ് ചെയ്യുന്ന ഈ ഒരു ഫീല് ഇരുന്നൊരു ബൈക്കാണിത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓഫീസ് ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഓഫീസിലൊന്നും നീറ്റായിട്ട് പോകാൻ ഈ ബൈക്കിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ഞങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.